വീടുകളിലും കൊച്ചിയിലെ 2 വീടുകളിലും സിദ്ദിഖില്ല. ആലപ്പുഴ റിസോർട്ടിൽ പുന്നമടയിലൊക്കെ സിദ്ദിഖിനെ കണ്ടു എന്ന ചില വാർത്തകൾ പുറത്തു വന്നു. പക്ഷെ അത് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയധികം കാലതാമസം? കേരളത്തിനുള്ളിൽ തന്നെ സിദ്ദിഖുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസ് സംഘവും അങ്ങനെയാണ്, കേരളം കടന്നു പോകാനുള്ള സാഹചര്യമില്ല. എന്നിട്ടും ഈ സുപ്രീം കോടതിയിലെ കേസിന്റെ ഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാത്തിരിപ്പിലാണോ അന്വേഷണ സംഘം? രഞ്ജിത്ത്, അങ്ങനെ ഒരു കാത്തിരിപ്പ് ഇല്ല എന്ന് അന്വേഷണ സംഘം അത് അവരെ അനൗദ്യോഗികമായും ഔദ്യോഗികമായും എല്ലാം തന്നെ അത് വിശദീകരിക്കുമ്പോഴും സിദ്ദിഖ് ഇപ്പോഴും അവരുടെ പരിധിയിലേക്ക് എത്തുന്നില്ല എന്നത് തന്നെയാണ്. അല്ലെങ്കിൽ സിദ്ദിഖിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. അത് എന്തുകൊണ്ട് എന്നതാണ് കാരണം. അതിൽ സ്വാഭാവികമായി ഉയരുന്ന ഒരു സംശയമാണ് ഇപ്പോൾ രഞ്ജിത്ത് ചോദിച്ചത്. ഇത് ഈ ഒരു കാലതാമസം ഇത് ബോധപൂർവം വരുത്തുന്നതാണോ? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതിക്കാരി അവർ പറഞ്ഞ കാര്യങ്ങളും പ്രസക്തമാണ്. കാരണം ഇങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. നേരത്തെയും തന്നെയും അവർ ഈ അന്വേഷണ സംഘത്തിനെതിരെ പറഞ്ഞിരുന്നു. താൻ കൊടുത്ത മൊഴി അടക്കം പുറത്തു വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത് അത് ആരാണ്, എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് പോകുന്നു എന്ന് ഏതാണ്ട് എല്ലാം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ വൈകാതെ തന്നെ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോഴും അതിജീവിതം തന്നെയാണ് അവർ തന്നെയാണ് ഇവിടേക്ക് സുപ്രീം കോടതിയിലേക്ക് ഒരു തടസ്സവാദം ഹർജിയുമായിട്ട് പോകുന്നത്. അതിൽ സർക്കാർ കൂടി അതിൽ പിന്തുണ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം തന്നെ കൂടി അത് കേൾക്കണം, തനിക്ക് കൂടി പറയുവാനുള്ളത് കൂടി കേട്ടിട്ട് മാത്രമായിരിക്കണം അത്തരം കാര്യങ്ങൾ തീരുമാനമുണ്ടാകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരും സുപ്രീം കോടതിയിൽ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു വഴിക്ക് നടക്കുമ്പോഴും എല്ലാവരുടെ കണ്ണുകളും ഈ സിദ്ദിഖ് എവിടെയെന്നത് തന്നെയാണ്. ആ സിദ്ദിഖിനെ കേരളത്തിൽ ഇത്ര കണ്ട കേരളം വിട്ട് പോയിട്ടില്ല എന്നതെല്ലാം തന്നെ പറയുമ്പോൾ പോലും എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയോ സൂചനകളോ ഒന്നുമില്ല. ഇന്നും നമ്മൾ ആ സിദ്ദിഖിൻ്റെ വസതികൾ കേന്ദ്രീകരിച്ച് ഇതിൽ പോലീസിൻ്റെ നിരീക്ഷണമുണ്ടോ എന്നറിയാനെല്ലാം തന്നെ ശ്രമിക്കുമ്പോൾ ഇവിടങ്ങളിലെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും തന്നെ അറിയാം ഇത്തരം പരിശോധനകളോ അല്ലെങ്കിൽ ഈ രീതിയിൽ നാമമാത്രമായ രീതിയിൽ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ടോ ഈ സിദ്ദിഖിനെ പോലൊരാളിലേക്ക് ഇത്രയിടം അവർക്ക് സ്വാധീനങ്ങളുള്ള അവിടങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയില്ല. അതിൽ കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടലുകൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേണ്ടി വരും. ആ രീതിയിലേക്ക് അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നത് സംശയകരം തന്നെയാണ്. എന്തായാലും ആ രീതിയിൽ അന്വേഷണങ്ങൾ ഉണ്ട് എന്ന് അവർ പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ഇത്രയും ഈ ഒരു പ്രമാദമായ ഒരു കേസിൽ ഇന്നലെ പോൽ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നൊരു വലിയ ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് രഞ്ജിത്ത്. കാരണം ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പൊതുവിൽ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ടിരുന്ന ക്രോഡീകരിച്ചിരുന്ന തെളിവുകൾ വലുതായിരുന്നു. കാരണം ഈ പരാതിക്കാരുടെ മൊഴിയോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ തെളിവുകൾ കണ്ടെത്താൻ ഹോട്ടൽ ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തതിലൂടെ എല്ലാം തന്നെ സാധ്യമായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം കോടതിയിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ഈ തിരിച്ചടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ സിദ്ദിഖിലേക്ക് എത്താൻ, സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുക്കാനെങ്കിലും കഴിയുന്ന രീതിയിലേക്ക് ഒരു നിരീക്ഷണ സ്വഭാവത്തിലേക്ക് എന്തുകൊണ്ട് അന്വേഷണ സംഘം എത്തിയില്ല എന്ന ഗുരുതരമായൊരു ചോദ്യം ഇതിനിടയിലും ബാക്കിയാകുന്നുണ്ട്. അതിന് കൃത്യമായൊരു ഉത്തരം നൽകണമെങ്കിൽ അല്ലെങ്കിൽ അതിനോട് ആ ഒരു ചോദ്യത്തോട് നീതി പുലർത്തണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് എത്തും മുമ്പ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുകയെങ്കിലും വേണം. പക്ഷേ ഈ സമയം അത്രയും ആകുമ്പോഴും അതിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും സിദ്ദിഖിനെ കണ്ടെത്താനാവാതെ അന്വേഷണ സംഘം ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനിടയിൽ സിദ്ദിഖ് നേരെ സുപ്രീം കോടതിയിലേക്ക് പോയി അവിടെ നിയമത്തിന്റെ വഴി സ്വീകരിക്കുന്നു. അവിടെ സുപ്രീം കോടതി തന്നെ തുണയ്ക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് സിദ്ദിഖ് ഉള്ളത്. പക്ഷെ അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാത്തിരുന്നു കാണണം. അപ്പോഴും ഈ സിനിമാ മേഖലയെ സംബന്ധിച്ച് നമുക്കറിയാം ഡാനി, ഇന്നിപ്പോൾ ഒരു പ്രത്യേക വിഷയം നടക്കുന്നുണ്ട്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ള പേരുകാരായ ആളുകളുടെ പരാതികൾ, അവർക്ക് അനുഭവിക്കപ്പെട്ട പീഡനങ്ങൾ അമ്മ അറിഞ്ഞിട്ടുണ്ടോ എന്നുകൂടി അന്വേഷിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതും വളരെ പ്രധാനമാണ്. കാരണം ഈ നേരത്തെ അമ്മയെപ്പോലെ ഈ അമ്മയുടെ ഭാരവാഹികളായിരുന്ന സിദ്ദിഖിനെയും മുകേഷിനെയും ഒക്കെ പോലെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ അറിവുണ്ടായിരുന്നു, എന്നിട്ടും അവർ ആ വിഷയം കാര്യമായി അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് ഗൗരവതരമാണ്. അങ്ങനെ സിനിമാ മേഖലയെ ഒട്ടാകെ ഗ്രസിക്കുന്ന ഒരു വിഷയം, നിരവധി നടന്മാർ കുടുങ്ങിയ ഒരു വിഷയം. ഇപ്പോൾ ഇന്ന് ഇടവേള ബാബുവിൻ്റെയൊക്കെ മൊഴി എടുക്കുകയാണ് സൈറ്റി, പ്രത്യേക സംഘം കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അങ്ങനെ ഇതിൽ ശക്തമായ നടപടിയുമായി, അതായത് പല തലങ്ങളിലായ അന്വേഷണം പുരോഗമിക്കുന്നു, ചോദ്യം ചെയ്യലുകൾ തുടരുന്നു, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ സമീപകാലത്തെങ്ങും സിനിമ കാണാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് ഈ മേഖല പോകുമ്പോൾ
മിക്ക താരങ്ങളും നിശബ്ദരാണ്. അമ്മ എന്ന സംഘടന അഡ്ഹോക് കമ്മിറ്റിയായി മാത്രം തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ സംഘടനയും ഈ സിനിമാ മേഖലയും മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ നടന്മാരെ പിന്തുണയ്ക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? നിയമപോരാട്ടങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ ഒപ്പം സംഘടനയുടെ നിലപാട് അഡ്ഹോക് കമ്മിറ്റി ആണെങ്കിൽ പോലും ഇതിൽ എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതല്ലേ? രഞ്ജിത്ത്, അത്തരം കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതും അല്ലെങ്കിൽ ഇതിൽ മുതിർന്നവർ ഉൾപ്പെടെയുള്ളവർ ഇതിലൊരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്താണ് തങ്ങൾക്കുള്ള അഭിപ്രായം എന്നത് തന്നെ പറയേണ്ടതുമാണ്. പക്ഷേ പരിപൂർണമായ ഒരു നിശബ്ദതയാണ് ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമാ ലോകം പുലർത്തുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു പ്രതികരണം ആരുടെ ഭാഗത്തു നിന്ന് തേടിയാലും തങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നു. കാരണം അവരെ ബാധിക്കുന്ന ഒരു വിഷയമേ ഇതല്ല. അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, അതിനെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന, വല്ലാതെ കണ്ട രാജ്യമൊട്ടാകെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് മലയാള ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ തുടർ സ്പന്ദനങ്ങളും സംബന്ധിച്ചാണ്. പക്ഷേ അപ്പോഴും ഇതിനകത്ത് നിന്ന് ആരും തന്നെ ഒന്നിനെക്കുറിച്ച് പോലും ഒരക്ഷരം പോലും ഉരിയാടാൻ തയ്യാറാകാതെ തന്നെ കടന്നു പോകുന്നൊരു ദൃശ്യങ്ങളാണ് നമ്മൾക്കുള്ളത്. നമ്മൾ ആരുടെ പ്രതികരണം ഈ വിഷയത്തിൽ തേടിയാലും ആരും തന്നെ പറയുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് പോകുന്നത് എന്നതാണ് മനസ്സിലാവാത്തത്. പലതിനെക്കുറിച്ച് ലോകത്ത് എന്ത് നടന്നാലും പ്രതികരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. പക്ഷേ ആരുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലൊരു സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പോ ഒന്നും തന്നെ അതിൽ കാണുന്നേയില്ല. എല്ലാവരും മറ്റു വിഷയങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ മുഴുകിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ആ സിനിമാ ഷൂട്ടിംഗ് കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ അവർ മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ വ്യാപൃതരാണ്. പക്ഷെ അപ്പോൾ പോലും തങ്ങളുടെ കൂടെ ഒപ്പം നിന്ന ആളുകൾക്കുണ്ടായ അനുഭവങ്ങളാണിത്. അത് കുറേയെങ്കിലും തങ്ങൾക്കും ബാധിക്കുന്നതാണ്, അറിയാവുന്നതാണ്. പക്ഷെ ആരും തന്നെ ഈ വിഷയങ്ങളിലേക്ക് പ്രതികരിക്കുന്നില്ല. ഒപ്പം അമ്മ എന്ന സംഘടന അത് ഈ രീതിയിലുണ്ടോ എന്നതുപോലും തന്നെ സംശയകരമായ ഒരു അവസ്ഥയിലാണ്. ഒരു അഡ്ഹോക് കമ്മിറ്റി എന്നെല്ലാം പറഞ്ഞ് അത് മാറുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്തം പരിപൂർണമായി ഒഴിഞ്ഞു നിന്നുകൊണ്ട് ആ ഒരു സംവിധാനമേ വേറൊരു രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ആർക്കും തന്നെയും ഇതിൽ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലേക്ക് പോകുന്നു. ഇനിയൊരു ജനറൽ ബോഡിയോ കാര്യങ്ങളോ എല്ലാം വരണമെങ്കിൽ പോലും അതിൻ്റേതായ ഒരു ചർച്ചകളിലേക്കും ആരും പോയിട്ടില്ല. കാരണം ആർക്കെതിരെയും ആക്ഷേപം ഉയർന്നു വരാവുന്ന ഒരു അവസ്ഥ എന്ന രീതിയിലേക്ക്, അത്തരമൊരു ഭയപ്പെടുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ ഇപ്പോഴത്തെ ഒരു മലയാള സിനിമാ ലോകം അന്തരീക്ഷം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കഴിയും. അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു മേഖലയായി സിനിമാ മേഖല മാറുന്നു. പ്രമുഖ നടന്മാരൊക്കെ ഇത്തരം കേസുകളിൽ പെടുന്നു, അറസ്റ്റിലേക്ക് പോകുന്നു, ഒളിവിൽ പോകുന്നു. നിയമപരമായി ശക്തമായ രീതിയിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു.